അതെ, ഇന്ന് കുറച്ച് അയലയും മത്തിയും ചൂരയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അയല കുറച്ചൊന്ന് ഉടഞ്ഞതാണ്, മത്തി പക്ഷെ നല്ല ഫ്രഷാണ്, കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ എന്താണ്, മീനിനൊക്കെ നല്ല വില കയറിയിട്ടുണ്ട് കേട്ടോ, മഴ ആയതുകൊണ്ടാകാം. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക നമ്മളതേ മഞ്ഞപ്പൊടി ഉപ്പിട്ട വെള്ളത്തിൽ കഴുകാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മെനഞ്ഞാന്ന് മേടിച്ച കാരൽ ഇരിപ്പുണ്ടായിരുന്നു, അത് മുളകിട്ടത് വെച്ച്. കാരൽ അത്രയ്ക്കൊരു ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ കുഴപ്പമില്ല, കുറച്ച് മീൻ വറുക്കാനായിട്ടും എടുത്തു. പിന്നെ നമ്മുടെ ചേമ്പും മുരിങ്ങയ്ക്കയും കൂടി മഞ്ഞപ്പൊടി ഉപ്പിട്ട് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക ദേ സവോളയൊക്കെ ചേർത്ത് മെഴുക്ക് വരട്ടാനാണ് കേട്ടോ. എനിക്ക് ഈ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി പൊതുവെ കുറച്ച് മൊരിഞ്ഞൊന്ന് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. നിങ്ങൾക്കും അങ്ങനെയാണോ? എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്താണ്, നമ്മൾ മുരിങ്ങയ്ക്കയും ചേമ്പും കൂടി ചേർത്തിട്ടുള്ള ആണവും ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി കഴിക്കാനായിട്ട്. പിന്നെ നമ്മുടെ മീൻ വറുത്തതും ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണെന്ന് പറയുന്നത് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും ആണവും മീൻ വറുത്തതും മീൻ മുളകിട്ടതും അച്ചാറും ഒക്കെ കൂട്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഊണ് കഴിച്ചായിരുന്നോ? ഈ കോംബോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നാളെ വീണ്ടും അടുത്ത ഉച്ചയൂണിൻ്റെ